ക്രിസ്റ്റീന ചെറിയാൻ കൂടി ബിസിനസ് ഡെസ്കിൽ ചെയ്യുന്നു. ക്രിസ്റ്റീന, ഈ നമ്മൾ എക്കണോമിക് സർവേ വായിക്കുമ്പോൾ അതിൽ എന്താണ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദ വേ ഓഫ് ബിസിനസ് ആസ് യൂഷ്വൽ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചില സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് എന്താണ് വാണിജ്യ മേഖലയുടെ എന്താണ് വല്ലാത്ത വളർച്ചയ്ക്ക് നടപ്പ് രീതികളിൽ നിന്ന് മാറി ഒരു പുതിയ പോളിസി ഷിഫ്റ്റോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെയോ സൂചനയോ ആ വാക്കുകളെ കാണാമോ? എന്താണ് നമുക്ക് അല്പസമയത്തിനകം നിർമ്മലാ സീതാരാമന്റെ 8ാമത് ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുക? ക്രിസ്റ്റീന. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഇപ്പോൾ ബൽറാം ഒക്കെ പറഞ്ഞതുപോലെ തന്നെ പ്രായോഗികമായ ചില സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒഴിവായി കൃത്യമായ നയങ്ങളോടുകൂടി ഒരു ബജറ്റ് അവതരിപ്പിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യവസായ സൗഹൃദ നയം, അതിൻ്റെ ഒരു 2ാം ഘട്ടം, അത് ഇംഗ്ലീഷിൽ അവർ പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് 2.0. അപ്പോൾ കൂടുതൽ വ്യവസായ സൗഹൃദമാക്കുക, നിയന്ത്രണങ്ങൾ കൂടുതൽ മാറ്റുക. അത് MSME സെക്ടറിൽ അടക്കം ഈ നിയന്ത്രണങ്ങൾ മാറ്റുന്നതോടുകൂടെ കൂടുതൽ രാജ്യം വ്യവസായ സൗഹൃദമാവുകയും പോക്കറ്റുകളിൽ നിന്ന് പോക്കറ്റുകളിലേക്ക് പണം എത്തുകയും ചെയ്യും. ഇപ്പോൾ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായി കരുതപ്പെടുന്നത് ആളുകളുടെ കയ്യിൽ ചെലവഴിക്കാൻ പൈസ ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മധ്യവർഗമാണ് ഏറ്റവും അധികം ചെലവ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ലഭിക്കുന്ന ആ വരുമാനത്തിന്റെ നല്ലൊരു ശതമാനവും അവരാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഡിസ്പോസിബിൾ ഇൻകം ചെലവഴിക്കാൻ, നികുതി കഴിഞ്ഞതിന് ശേഷം ചെലവഴിക്കാൻ അവരുടെ കയ്യിൽ കിട്ടുന്ന തുക അത് കൂട്ടാനുള്ള ചില നടപടികൾ ഉണ്ടായേക്കും. അവിടെയാണ് ഹാഷ്മി പറഞ്ഞ ഈ പുതിയ ആദായ നികുതി സ്ലാബ് വരുമോ എന്നുള്ള ഒരു ചോദ്യം വരുന്നത്. നമുക്കറിയാം 11 വർഷമായി രാജ്യത്തെ ആദായ നികുതി സംവിധാനം 1961 നികുതി നയമാണ് ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ മാറ്റം വേണം, പുതിയൊരു ഡയറക്റ്റ് ടാക്സ് കോഡ് വരണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ബജറ്റിൽ വരുമോ? ഈ 87A പ്രകാരമുള്ള റിബേറ്റ് ഓൾഡ് റെഷീമിലുള്ളവർക്ക് ഇപ്പോൾ 5 ലക്ഷം രൂപയും ന്യൂ റെഷീമിലേക്ക് മാറിയവർക്ക് 7 ലക്ഷം രൂപയാണ്. ഇത് 10 ലക്ഷം രൂപയിലേക്ക് ഉയർത്തുക പുതിയ റെഷീമിൽ. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആൾക്കാർ ഈ പുതിയ റെഷീമിലേക്ക് വരികയും കൂടുതൽ പേര് നികുതി പരിധിയിൽ നിന്ന് ഒഴിവാകുകയും അത്രയും പേരുടെ കയ്യിൽ ഇത്രയധികം പൈസ ഡിസ്പോസിബിൾ ഇൻകമായി, അതായത് ചെലവാക്കാനുള്ള ഇൻകമായി വരികയും അതവർക്ക് ചെലവഴിക്കാൻ സാധിക്കുകയും അതവർ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ മറ്റൊരാളുടെ പോക്കറ്റിലേക്ക് ആ പണം പോവുകയും നിക്ഷേപങ്ങൾ വർദ്ധിക്കുകയും രാജ്യം വീണ്ടും പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വളർച്ചയിലേക്ക് പോകും. ഇപ്പോൾ വളർച്ചയ്ക്കുള്ള ഏറ്റവും വലിയ തടസ്സം അതാണ്. അതുകൊണ്ട് തന്നെ പണലഭ്യത അത് നഗരമില്ലാതെ കൂട്ടാനുള്ള നടപടികളുണ്ടാകും. ഗ്രാമങ്ങളിലെ ആൾക്കാർക്ക് പണമുണ്ടാക്കാനായി കാർഷിക മേഖലയ്ക്കായി കൂടുതൽ വിഹിതം മാറ്റിവെച്ചേക്കുമെന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. 15% തുക ഇത്തവണ കൂടുതലായി കാർഷിക മേഖലയ്ക്ക് അനുവദിക്കുമെന്നറിയുന്നു. അതുപോലെ കേരളത്തിൽ 1 ലക്ഷത്തോളം കർഷകർക്ക് 2 വർഷമായി ഈ കാർഷിക ഇൻഷുറൻസ് ക്ലെയിം ലഭിച്ചിട്ട്. നമുക്കറിയാം പല കാര്യങ്ങൾ കൊണ്ട് വിളനാശം സഹിക്കുന്ന നിരവധി കർഷകരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ചോദിക്കുന്നത് എന്തിന് ഞങ്ങൾ കാർഷിക ഇൻഷുറൻസിലേക്ക് പോകണം, ഞങ്ങൾക്കിതിന് ഒരു പരിഹാരം ലഭിക്കുന്നില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ കാർഷിക ഇൻഷുറൻസ് ക്ലെയിമുകൾ മുടങ്ങിക്കിടക്കുന്നത് അത് കൊടുത്തു തീർക്കാനുള്ള ചില നടപടികൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഉൽപാദനക്ഷമത, കർഷകർക്ക് ചെലവ് കൂടുതലും വരുമാനം വളരെ കുറവുമാണ്. 45% ജനങ്ങൾ ആശ്രയിക്കുന്നത് കാർഷിക മേഖലയാണെന്ന് പറയുമ്പോഴും ഉൽപാദന ചെലവ് വളരെ കൂടുതലാണ്. അവർക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഗവേഷണം അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ എണ്ണക്കുരുക്കൾ, വെജിറ്റബിൾസ്, ഇതിൻ്റെയൊക്കെ ഉൽപാദനം കൂട്ടുക, കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ കൂടുതൽ തുക കർഷകരിലേക്ക് എത്തിക്കുക, ഈടില്ലാത്ത വായ്പ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷത്തിലേക്ക് ആക്കുക, ഇങ്ങനെയൊക്കെ കാർഷിക മേഖലയെ പിന്തുണയ്ക്കുന്ന ചില നടപടികളും വ്യാവസായിക സൗഹൃദമായ എന്തായാലും ഈ പറയുന്ന രാജ്യം 2047 വികസിത രാജ്യം എന്ന പ്രതീക്ഷകൾ പങ്കുവയ്ക്കുമ്പോൾ അതിനുള്ള എന്താണ് ചാലായി, അതിനുള്ള നിമിത്തമായി നമ്മൾ കാണുന്നത് വാണിജ്യ അല്ലെങ്കിൽ വ്യവസായ വളർച്ച തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇവിടെ നമ്മൾ ഈ എക്കണോമിക് സർവേയുടെ അധികമായി പറഞ്ഞു കേട്ടതല്ല. എക്കണോമിക് സർവേയുടെ ബോക്സ് 12 ആറാമത്തെ ഭാഗമായി പറയുന്നത് ഫ്ലെക്സിബിൾ ലേബർ റെഗുലേഷൻ സ്ട്രൈക്കിംഗ് എ ബാലൻസ് ഫോർ അൺഎംപ്ലോയ്മെന്റ് ഗ്രോത്തിന് ഹെഡുണ്ട്. അതിൽ പറയുന്നത് ഫോസ്റ്ററിംഗ് ആൻഡ് ഇനേബിളിംഗ് എൻവയോൺമെന്റ് ദാറ്റ് സപ്പോർട്ട്സ് ബിസിനസ് ഗ്രോത്ത് ഈസ് ക്രൂഷ്യൽ ഫോർ ഡ്രൈവിംഗ് എംപ്ലോയ്മെന്റ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. ഹൗവർ there are instances where labor regulations designed to protect workers' right perhaps inadvertently hinder the growth of firms എന്ന് പറഞ്ഞിട്ട് താഴോട്ട് വരുന്നത് എന്താണ്? സെക്ഷൻ 51 ഓഫ് ഫാക്ടറീസ് ആക്ട് പറയുന്നത് നോ അഡൽട്ട് വർക്കർ ഷാൽ ബി റിക്വയർഡ് ഓർ അലൗഡ് ടു വർക്ക് ഇൻ എ ഫാക്ടറി ഫോർ മോർ ദാൻ 48 hours in a week. This clause limits the number of hours and worker can work in a day and a week. However, unlike India, certain countries allow these caps to be averaged over multiple days and weeks എന്ന് പറയുമ്പോൾ തൊഴിൽ നിയമങ്ങളിലടക്കം മാറ്റം വരുത്തണം എന്ന ചില പരാമർശങ്ങൾ എക്കണോമിക് സർവേയിൽ പറയുന്നുണ്ട്. അത് അധികമാരും പറഞ്ഞു കേട്ടില്ല. അങ്ങനെയെങ്കിൽ അത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിധേയമാകാൻ പോകുന്ന ഒരു തീരുമാനമാകും അങ്ങനെ വരികയാണെങ്കിൽ.